UDFിന് ഭീഷണിയുമായി വിശ്വകർമ്മ ജനശക്തി പാർട്ടി ഇതുവരെ കൊടുത്തിരുന്ന UDFിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് വിശ്വകർമ്മ ജനശക്തി പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ വീണ്ടും പിന്തുണയ്ക്കുമെന്നാണ് അവരുടെ കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുകയാണ്. ഈ യോഗത്തിൽ വന്നിരിക്കുന്നത് കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PR അരുൺകുമാർ അവറുകൾ, സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ നിന്നുള്ള AD സുനിൽകുമാർ, തൃശ്ശൂരിൽ നിന്നുള്ള സംസ്ഥാന ട്രഷറർ രവി ലായന്തോപ്പിൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ T സുനിൽകുമാർ, അത് ഞാനാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മോഹനൻ മേനംകുളം, തിരുവനന്തപുരത്തു നിന്ന് എത്തിയിട്ടുള്ള രാജേഷ്, തിരുവനന്തപുരത്ത് നിന്നുള്ള ജയപ്രകാശ് എന്നിവരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഈ യോഗം നിയന്ത്രിക്കുന്നത് ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PR അരുൺകുമാർ. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യോഗസ്ഥരോടെയാണ് ഇന്ന് നമ്മൾ ഈ പ്രസ് മീറ്റ് ഇവിടെ എത്തിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് പോയിരിക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ ഏതാണ്ട് 30 ലക്ഷത്തിലധികം വരുന്ന വിശ്വകർമ്മ ജനവിഭാഗത്തെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ട് പോയത് പല കാര്യങ്ങളും UDFിന് പിന്തുണ കൊടുക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കി. ഇപ്പം പത്രക്കാർ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിരവധിയായ സംഘടനകൾ ഉണ്ടല്ലോ എന്ന്. തീർച്ചയായും ഉണ്ട്, അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ഏതാണ്ട് 157 സംഘടനകൾ രജിസ്റ്റർ ചെയ്തതും ചെയ്യാത്തതുമായിട്ട്. പക്ഷേ ഈ സമൂഹത്തെ ഒരു തരത്തിൽ പോലും രാഷ്ട്രീയ രംഗത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് തിരിച്ചറിവ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ ശക്തിയാക്കി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ എത്തണമെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകണം. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിലേ നേതൃസ്ഥാനത്തേക്ക് ഈ വിഭാഗത്തെ കടത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന് കഴിയുമ്പോഴാണ് അവരെ MLA-മാരായിട്ടും MP-മാരായിട്ടും ജനപ്രതിനിധികളായ മറ്റ് ത്രിതല പഞ്ചായത്തുകളിലൊക്കെ പരിഗണിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഞങ്ങളുടെ ഈ വിഭാഗം ഈ പരമ്പരാഗത തൊഴിൽ മാത്രം ചെയ്തു പോന്ന് രാഷ്ട്രീയ പ്രവർത്തനം വിസ്മരിച്ച് നിന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിന് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഞങ്ങളെ കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 2011 പ്രവർത്തനം തുടങ്ങി. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അത് കോഴിക്കോട് കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്തു. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഈ സംഘടനയെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പാർട്ടിയുടെ ഭാഗമായി ചേർത്ത് നിർത്തണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ BJP-യുമായി സംസാരിച്ചു. അവരപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം തുഷാർ വെള്ളാപ്പള്ളിയുമായി സംസാരിച്ച് അവരുമായി ചേർന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് നടക്കത്തില്ല, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ ഒരാളുടെ കീഴിൽ വന്നാൽ ഒക്കില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ CPM-നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആർട്ടിസൻസ് യൂണിയൻ ഉണ്ടല്ലോ, അതിനകത്ത് ചേർന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതും പറഞ്ഞു, അത് നടക്കത്തില്ല. അതിനകത്ത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആയിരുന്നു ആ സംഘടന. പക്ഷേ കാലം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മറ്റിതര വിഭാഗത്തിലേക്ക് പോയി. ഞങ്ങളുടെ ആരും തന്നെ സരസപ്പൻ സാറിന് ശേഷം നേതൃസ്ഥാനത്തില്ലാതായി. അത് കഴിഞ്ഞാണ് കോൺഗ്രസുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഞാൻ രമേശ് ചെന്നിത്തല പ്രസിഡന്റാണ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം തൊഴിലാളികളുടെ പ്രസ്ഥാനമല്ലേ, നിങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, ആവശ്യമായ സമയത്ത് നമുക്ക് ചേർന്ന് നിർത്തലിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഒരൊറ്റ ആവശ്യമേ അവരുടെ മുന്നിൽ നമ്മൾ വെച്ചുള്ളൂ, ഞങ്ങളെ ഒരു സെല്ലായി അംഗീകരിച്ച് പാർട്ടിക്കൊപ്പം നിർത്തണം. അപ്പം സെല്ലായി അംഗീകരിക്കുമ്പോഴുള്ള ഗുണം നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ KPCC ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ഇതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭാരവാഹികൾക്ക് സ്ഥാനമുണ്ടാകും. താഴെ തട്ടിൽ വാർഡ് കമ്മിറ്റികളിൽ വരെ ഞങ്ങളുടെ ജനവിഭാഗത്തിന് പ്രാതിനിധ്യം ഉണ്ടാകും അവിടെ ഒരു സെൽ എന്ന നിലയിൽ. അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ രാഷ്ട്രീയത്തിന് പുറംതിരിഞ്ഞിരുന്ന ഒരു സമൂഹമായ എൻ്റെ സമൂഹം രാഷ്ട്രീയത്തിന് അഭിമുഖമായി കടന്നു വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാകും. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ 12 വർഷത്തിൽ ഞങ്ങളിതിൻ്റെ പിന്നാലെ നടന്നു. 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്ന പ്രസ് റിലീസിനകത്തുണ്ട്. അതിനകത്തെ ആദ്യത്തെ കത്ത്, ഞങ്ങളോട് ഈ കോൺഗ്രസ് പാർട്ടി ചെയ്ത അനീതി
MM ഹസൻ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ടും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കറക്റ്റ് അതിന് തൊട്ട് മുന്നേ ഞങ്ങൾക്ക് കത്ത് തന്നു, നിങ്ങളെ KPCC വി ഡി സതീശനുമായി ചർച്ച ചെയ്ത് നിങ്ങളെ സെല്ലായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ കത്ത് തന്നത് ഞങ്ങൾ വളരെ സന്തോഷിച്ചു. പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ സെല്ലായി അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും KPCCയുടെ വിശാലമായ എക്സിക്യൂട്ടീവിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടണം. അതുപോലെ തന്നെ അത് DCCകളിലേക്ക് കത്തുകൾ പോകണം. അപ്പോൾ DCCയിൽ ഞങ്ങളുടെ ആൾക്കാർ ആ എക്സിക്യൂട്ടീവിലേക്ക് വരും. അതിനുശേഷം അതിൻ്റെ ബ്ലോക്ക്, മണ്ഡലം, വാർഡ് തലത്തിലേക്കൊക്കെ ഞങ്ങളുടെ ആൾക്കാർക്ക് നോമിനേഷൻ വരേണ്ടിയാണ്. പക്ഷേ ഇവർ അതൊന്നും ചെയ്തില്ല. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ 17 വട്ടമാണ് 2 കൊല്ലത്തിനിടയിൽ കണ്ടത്. ആ സമയത്തൊക്കെ അദ്ദേഹം പറയുന്നത്, ഹേയ് നമ്മളിപ്പോൾ ഇത് ചെയ്തരാം, ഇത് ചെയ്തില്ലേ, ഞാൻ ഇപ്പോൾ വിളിക്കാം പ്രസിഡൻറ്റിനെ എന്ന് പറഞ്ഞ് സത്യത്തിൽ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു നിലപാട് 17 പ്രാവശ്യം അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം ആക്ടിംഗ് പ്രസിഡന്റ് പോയതിനു ശേഷം K. സുധാകരൻ അവർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നടായിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയാൽ ഉടനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ബാക്കി ഫോളോ അപ്പിംഗ് ഒന്നും ചെയ്തില്ല. അതിനുശേഷം വി ഡി തന്നെ പറഞ്ഞു പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ സണ്ണി ജോസഫിനെ നിങ്ങൾ കാണാൻ. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ 7 പ്രാവശ്യം ഞങ്ങൾ കണ്ടു. ഒരു തരത്തിൽ ഇപ്പം ചെയ്യാം നാളെ തരാം എന്ന് പറഞ്ഞ് തള്ളി വിട്ട് ഞങ്ങൾ അവസാനം UDFിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ കണ്ട്, എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്, അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പ്രസിഡന്റിനെ കാണുന്നുണ്ട്, നമുക്കിത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ചെയ്തില്ല. അതിനുശേഷം ഞങ്ങൾ അബ്ദുൾ മുത്തലീഫ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വളരെ സൗഹൃദമായി നിന്ന ആളാണ്. അദ്ദേഹത്തിനെ വിവരം ധരിപ്പിച്ചു, ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോവുകയാണ്. ഒരിക്കലും പാർട്ടിക്കെതിരെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ ഈ സംഗതികൾ നമുക്ക് ചെയ്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ ആ നിലപാടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ഞങ്ങൾക്ക് കത്ത് തരാം എന്ന് പറഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞ് എന്നെ KPCCയിൽ നിന്ന് വിളിക്കുന്നു ഇവിടെ വരാനായിട്ട്. വന്ന് ഏതാണ്ട് ഇന്ന് തരാം കത്ത് എന്ന് പറഞ്ഞു. അന്ന് കിട്ടിയില്ല. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോഴത്തേക്ക് പ്രസിഡന്റ് ഡൽഹിക്ക് പോകണം, വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ചുരുക്കം അവർ വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ഞങ്ങൾക്ക് ഈ നോമിനേഷൻ കൊടുക്കാനുള്ള സ്പേസ് അവർ നഷ്ടപ്പെടുത്തി. കാര്യം നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് തന്നെ കളക്ട് ചെയ്യണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും മിനിമം സമയം വേണം. അപ്പോൾ അത് ഉണ്ടാകാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പിന് 1 ആഴ്ച മുമ്പ് നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു 4 ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് കത്ത് തരുന്നത്. ഈ കത്ത് തരുമ്പോൾ ആ കത്തും ആ പ്രസ് റിലീസിനോട് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. സെല്ലായി മാറ്റിയിട്ട് സെല്ലായി അംഗീകരിച്ച ഒരു സംഘടനയെ പിന്നെ പറയുന്നത് ചേർത്ത് നിർത്താമെന്ന്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും കാലം ചേർത്ത് നിർത്തുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു, അവരുടെ ഓഫീസ് മറ്റു കാര്യങ്ങൾ. പിന്നെ ലീഡേഴ്സിനെ വിളിച്ചാൽ നമ്മുടെ പരിപാടികൾക്ക് വരുമായിരുന്നു. പക്ഷേ അത് വീണ്ടും ഒന്നുകൂടെ അവർ ആവർത്തിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്കിത് സ്വകാര്യമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. പക്ഷേ ഞങ്ങളോട് അവർ ചെയ്തത് ഈ സമൂഹം ഒരു 30 മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോയി ഞങ്ങളെ ഇപ്പം തരാം എന്ന് പറഞ്ഞ് അവസാനം ബുദ്ധിപരമായി ഞങ്ങളെ ചതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ഇപ്പോൾ കേരള ട്രഡീഷണൽ ആർട്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് യൂണിയൻ ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. അപ്പോൾ അതിന് സ്വതന്ത്രമായ നിലനിൽപ്പാണുള്ളത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായി വിശ്വകർമ്മ ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ KPCCക്കും പ്രതിപക്ഷ നേതാവിനും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ 9ഓളം കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. അതിനകത്ത് ഒരു കാര്യങ്ങൾ പോലും അവർ ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ ഒരു വിരോധാഭാസമുണ്ട്. എനിക്ക് തൊട്ട് മുന്നേ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് വെച്ച കാര്യങ്ങളെന്ന് പറയുന്നത് 2 ഞങ്ങളുടെ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഒന്ന്, വിശ്വകർമ്മ സമുദായത്തിൻ്റെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ നടപടി സ്വീകരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിയാണ് വരുന്നത്. ഞങ്ങൾ ഈ 5 വിഭാഗത്തിലെ തൊഴിൽ ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ തൊഴിൽ ഇനിയും സംരക്ഷിക്കുന്നത് ഏത് തരത്തിലാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇനി ഞങ്ങൾക്ക് ഈ ഉളിയും കൊട്ടുടിയും ഒക്കെ വാങ്ങിക്കാൻ പൈസ തരിക, പിന്നെ സ്വർണ്ണപ്പണിക്കാർക്ക് നിരപ്പോടും ഉമിയും ഒക്കെ വാങ്ങിക്കാൻ പൈസ തരുന്നതായിരിക്കും സംരക്ഷിക്കുക എന്ന് പറയുന്നത്. കാര്യം യാഥാർത്ഥ്യം പറഞ്ഞാൽ ഈ തൊഴിലുകളൊന്നും തന്നെ ബഹുഭൂരിപക്ഷം ഇന്ന് ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്നില്ല. ഇരുമ്പ് പണി നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആലകൾ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്നു അടുത്തടുത്തടുത്ത്. ഇന്ന് എവിടെ ആലയുണ്ട്? ആവശ്യമില്ലെന്നത്. സ്വർണ്ണപ്പണി മൊത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒന്നുമില്ല. തടിപ്പണി ഇന്ന് ഈ തലമുറയോടുകൂടി ഇത് തീരുകയാണ്. അപ്പോൾ ഇതിനെ ഇനിയും പുരോഗതി പ്രാപിക്കാനായിട്ട് എന്തോ ചെയ്യുമെന്ന് ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. പ്രകടന പത്രികയിൽ ഇത് മറ്റൊരു കളിപ്പീരിൻ്റെ ഭാഗമാണ്. ഈ വിശ്വകർമ്മ സമുദായത്തിൻ്റെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തി. ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റുകളൊക്കെ ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നതാണ്. കുടുംബശ്രീ വഴിയൊക്കെ ഞങ്ങൾക്ക് പണിയായുധങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങാൻ പണം തരുന്നതാണ്. 10-25,000 ഒക്കെ വെച്ച്. ഇപ്പോൾ PM വിശ്വകർമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് അടുത്തൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മോദിയുടെ പേരിൽ PM വിശ്വകർമ്മ, അതും ഈ പറഞ്ഞതുപോലെയാണ്. പിന്നെ അതിനകത്ത് വെച്ചേക്കുന്ന ഒരു സംഗതി, വിദ്യാഭ്യാസ രംഗത്തെ വിശ്വകർമ്മ സംവരണം ഉയർത്താൻ നടപടി സ്വീകരിക്കും.
വിശ്വകർമ്മ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പഠിച്ച PN ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട്. ഈ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇവരൊക്കെ അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. 10 വർഷം മുമ്പ് രൂപീകരിച്ചതാണ് PN ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട്. അതിനകത്ത് സത്യത്തിൽ ഞങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ച് യാതൊരു കാര്യവുമില്ല. ഇടതുപക്ഷം അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് ആ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് ഇനി നടപ്പാക്കുമെന്ന 10-15 വർഷത്തിനുള്ളിലെ രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹിക ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വളരെ വ്യത്യാസമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് യാതൊരു കാര്യവും ഈ സമൂഹത്തിനുണ്ടാകാൻ പോകുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതെൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പിന്തുണയോ രാഷ്ട്രീയത്തിൻ്റെ ഇന്ന ആൾക്കാർ ജയിച്ചു വരണമെന്നോ കരുതിയല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടിയാണ്. പിന്നെ ഞങ്ങളുടെ പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ കൊടുത്തിരുന്ന 9 ആവശ്യങ്ങൾ, ഒന്ന് പ്രധാനമായും വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കണം. സംസാരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ PSCയിൽ 3%. അത് ഞങ്ങൾക്ക് 5% വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ റൊട്ടേഷൻ ക്രമീകരിക്കണം. അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ സംവരണം 2%. അത് ഡിഗ്രി തലം വരെയേ ഉള്ളൂ. ഞങ്ങൾക്ക് അത് 5% വർദ്ധിപ്പിച്ച് PG തലത്തിലൂടെ വ്യാപിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളെ ഒന്നും പ്രതിപാദിക്കാതെ ഞങ്ങളെ 100% ഈ പാർട്ടി ഈ സംഘടനയോട് ചെയ്തതുപോലെ തന്നെ ഈ സമൂഹത്തോടും ചെയ്ത് ഞങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്തി വിശ്വകർമ്മ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അതുപോലെ തന്നെ രാഷ്ട്രീയമായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന മറ്റ് ചെറുകിട സമുദായ സംഘടനകൾ നിരവധിയുണ്ട്. ആ സമുദായ സംഘടനകൾക്ക് എല്ലാവർക്കും വേണ്ടി വിശ്വകർമ്മ ജനശക്തി പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.